മനത്ത് പത്മനാഭന്റെ പേര് പോലും പേരും പെരുമയുമുള്ള രാഷ്ട്രീയക്കാർക്ക് പറയാൻ അറിയില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ രൂക്ഷ വിമർശനം. അതിനാലാണ് മന്നൻ ജയന്തി സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിക്കാതിരുന്നത്. രാഷ്ട്രീയ നേതാക്കളെ സദസ്സിലിരുത്തിക്കൊണ്ടായിരുന്നു സുകുമാരൻ നായരുടെ വിമർശനം. അഖിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, രാഷ്ട്രീയ നേതാക്കൾക്ക് ഇക്കുറി വേദിയിലല്ല സദസ്സിലായിരുന്നു ഇരിപ്പിടം. ഇത് രൂക്ഷമായ വിമർശനമാണ് സുകുമാരൻ നായർ ഉയർത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം രമേശ് ചെന്നിത്തലയായിരുന്നു ഇത്തരത്തിൽ മന്നം ജയന്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം ഈ തുടക്കം തന്നെ, അതായത് രാഷ്ട്രീയ നേതാക്കളാണ് എല്ലാ തവണയും വേദിയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുക, അല്ലെങ്കിൽ ഇത്തവണ അതിലില്ല, രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളെ ക്ഷണിച്ചു. അതിന് നിലപാടാണ് NSSന് രാഷ്ട്രീയമില്ല എന്ന നിലപാട് കൂടി അതിന് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ പേരും പെരുമയുമുള്ള അല്ലെങ്കിൽ പദവി നോക്കിക്കൊണ്ട് ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തരത്തിലാണ് സംസാരിക്കുക. അതായത് മന്നം എന്ന് പറയാതെ മന്നം എന്ന് പറയുന്നു. അതായത് മന്നം എന്ന് കൃത്യമായി പ്രൊണൗൺസ് ചെയ്യാതെ മന്നം എന്ന അത്തരത്തിലുള്ള നേതാക്കൾ, അതായത് പേര് പോലും കൃത്യമായി നേരായ രീതിയിൽ അല്ല ഉച്ചരിക്കുന്നത് എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ രാജു എബ്രഹാം, അങ്ങനെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ തുടങ്ങിയ നേതാക്കൾ എല്ലാവരും സദസ്സിൽ ഇരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. ഇത് എന്തുകൊണ്ട് ഇത്തവണ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണകളിലൊക്കെ കാലങ്ങളുണ്ടായ പോലെ രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ട് ഇല്ല എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെന്തായാലും കൃത്യമായൊരു മറുപടി, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളെ വിളിക്കുന്നതുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിമർശനം, അല്ലെങ്കിൽ ആ പേര് പോലും കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നൊരു കൃത്യമായ വിമർശനം തന്നെയാണ് എന്തായാലും NSS ജനറൽ സെക്രട്ടറി ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ഒരു ഉദ്ഘാടനം അത് CA തോമസിനാണ്. അദ്ദേഹമാണ് ഇത്തവണത്തെ ഉദ്ഘാടനം നടത്തിയത്. മറ്റ് നേതാക്കളൊക്കെ തന്നെ എത്തിയിരുന്നെങ്കിൽ പോലും ആരും വേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്തായാലും ആ വേദിയിൽ സദസ്സിൽ ഇരുത്തിക്കൊണ്ട് അവരെ സദസ്സിലെത്തിക്കൊണ്ട് രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, അഖിൽ, ഇന്നിപ്പോൾ ഏതൊക്കെ നേതാക്കളാണ് പെരുന്നയിൽ എത്തിയിരുന്നത്? അതായത് രാവിലെ മുതൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, അതായത് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, ഡീൻ കുര്യാക്കോസ്, KK രാഘവൻ MP, അതേപോലെ ആന്റോ ആന്റണി MP, ജനീഷ് കുമാർ MLA, രാജു എബ്രഹാം, ഇങ്ങനെയുള്ള എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. അതിൽ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ തിരികെ പോയിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും, രാജു എബ്രഹാം, ഡീൻ കുര്യാക്കോസും, ജനീഷ് കുമാർ MLA അടക്കമുള്ള, അല്ലെങ്കിൽ ജോർജ് കുര്യൻ അടക്കമുള്ള മന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ എല്ലാവരും ആ സദസ്സിൽ ഉണ്ടായിരുന്നു. ആ സദസ്സിൽ ഇരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം എന്തായാലും ജി സുകുമാരൻ നായർ ഉന്നയിച്ചത്. വിനീത, മാത്രമല്ല ഇക്കാര്യത്തിൽ ഇതിലിപ്പോൾ സമദൂരത്തെ കുറിച്ച് ഇന്ന് സുകുമാരൻ നായർ പറയുന്നുണ്ടായിരുന്നു. സമദൂരം എന്ന നിലപാടിൽ മാറ്റമില്ല, ശരിദൂരം എന്നത് ശബരിമല വിഷയത്തിൽ മാത്രമാണ് മറ്റൊരു നിലപാട് എന്നുകൂടി സുകുമാരൻ നായർ കൃത്യമായി രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ മുന്നറിയിപ്പും നൽകുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. ഈ സമ്മേളനമൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങൾ തേടിയ പ്രതികരണത്തിലായിരുന്നു കൃത്യമായി, അതായത് രാഷ്ട്രീയ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും NSSന്റെ രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലെ അടക്കം ഈ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സുകുമാരൻ നായരുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോഴും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കൃത്യമായ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. സമദൂരം എന്നത് തന്നെയാണ് NSSന്റെ നിലപാട്. അതായത് NSSന് രാഷ്ട്രീയമില്ല, പക്ഷെ NSSലുള്ള ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തോട് NSSന് വെറുപ്പുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം NSSന്റെ സമദൂരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സമദൂരത്തിൽ ശരിദൂരം എന്ന നിലപാട് സ്വീകരിച്ചത് അത് ശബരിമലയുടെ വിഷയത്തിലായിരുന്നു. അത് ശരി തന്നെയാണ്, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ മറ്റെല്ലാ കാര്യത്തിലും NSSന്റെ നിലപാട് അത് സമദൂരം തന്നെയാണ് എന്നാണ് ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. വിനീത, ശരി, കൃത്യമായ നിലപാടാണ് ഇന്നിപ്പോൾ സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞത്.